സുഖമാണോ? നിങ്ങൾ വരുന്നുണ്ടോ? ഈ കൊലപാതകികളോടൊന്നും മിണ്ടാ നിൽക്കാൻ കൊള്ളുകയില്ല. എടേ, നീ അയാളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അയാൾ 14 വർഷം ജയിലിൽ കിടന്നിട്ട് വന്നതാ. മണിയേട്ടാ, മണിയേട്ട ക്ഷമിക്കണം. ഇവക്ക് സത്യമൊന്നും അറിയില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാനതങ്ങനെ പറയരുതായിരുന്നു. ഏയ്, ഞാനത് അപ്പോഴേ മറന്നു. എനിക്ക് ആരോടും പരാതിയും പരിഭവമൊന്നുമില്ല. ഞാൻ സൃഷ്ടിക്കപ്പെട്ട നിമിഷം എൻ്റെ ഭാര്യയും പിള്ളേരും എന്നെ മറന്നില്ലേ. മണിയേട്ടനൊട്ടും വിഷമിക്കരുത്. ഈ സത്യം എന്നെപ്പോലെ ചിലർക്ക് മാത്രമേ അറിയുള്ളൂ. കുറച്ച് പേർക്ക് സത്യം അറിയാം, അതാകെയുള്ളൊരു ആശ്വാസം. ചിലപ്പോഴൊക്കെ ചങ്ക് പൊട്ടിപ്പോകുന്ന വിഷമ ആരോട് പറയാം. മണിയേട്ടൻ വിഷമിക്കരുത്, എല്ലാം മറക്കാൻ ശ്രമിക്കണം. ഞാനും ഇപ്പോഴല്ലേ എല്ലാ കാര്യങ്ങളും അറിയുന്നേ. എന്താ ഞങ്ങളെ രണ്ടുപേരെ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? അത് രായേട്ടാ, എനിക്കിനി ഇവിടെ താമസിക്കാൻ താല്പര്യമില്ല. ഒരു ജോലി ശരിയായിട്ടുണ്ട്, കുറച്ച് ദൂരെയാ, ഹോട്ടലിൽ. മണിയേട്ടാ, നിങ്ങൾ ഇവിടുന്ന് പോകലെന്നാ ഞങ്ങളുടെ ആഗ്രഹം. മണിയേട്ടന്റെ കുടുംബത്തോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാം. ഏയ്, ഇനി അതൊന്നും വേണ്ട. ഒരു മിനിറ്റ് നിങ്ങളിരിക്കും. ഇത് കുറച്ച് പൈസയാ. നിങ്ങളുടെ മോക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ട് പൈസയുടെ കുറവ് കൊണ്ട് അത് പോകാൻ പറ്റിയില്ല എന്ന് ഞാൻ അറിഞ്ഞു. അയ്യോ, അതൊന്നും വേണ്ട, ഞങ്ങളതൊക്കെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പറയരുത്, ഇത് സ്വീകരിക്കണം. അങ്ങനെയെങ്കിലും എൻ്റെ മനസ്സിനൊരു സാധ്യത ഉണ്ടാക്കും. മണിയേട്ടാ, വേണ്ട. നിങ്ങളുടെ മോളെ ഡോക്ടറായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാ മണിയേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. ഞങ്ങൾ ഇറങ്ങും.